ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സംസ്ഥാനത്ത് സമാപനമായി. ആവേശകരമായ കൊട്ടിക്കലാശത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണത്തിന് സമാപ്തി കുറിച്ചത്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമായിരിക്കും നാളെ നടക്കുക. മറ്റന്നാൾ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 2,77,49,159 വോട്ടർമാരാണ് സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വോട്ടെടുപ്പ് ദിവസമായ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിംഗ് സാധനങ്ങളുടെ വിതരണം നാളെ നടക്കും. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശപ്പൊലിമയിൽ സംസ്ഥാനത്ത് ഇന്ന് കൊട്ടിക്കലാശം നടന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് കൊട്ടിക്കലാശത്തിന് എത്തിയത്. വർണ്ണക്കടലാസുകളും കൊടിതോരണങ്ങളും ബലൂണുകളും സമാപന ചടങ്ങിന് വർണ്ണാഭയേകി. റോഡ് ഷോയുടെ അകമ്പടിയോടെ കൊട്ടിക്കലാശത്തിനെത്തിയ സ്ഥാനാർത്ഥികൾ അണികൾക്ക് ആത്മവിശ്വാസം പകർന്നു. മലപ്പുറം കുന്നുമ്മലിൽ കൊട്ടിക്കലാശത്തിനിടെ LDF UDF പ്രവർത്തകർക്കിടയിൽ നേരിയ സംഘർഷമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി നിശബ്ദ പ്രചാരണം മാത്രം അനുവദിച്ചിട്ടുള്ള അടുത്ത 48 മണിക്കൂറിൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗം, ജാഥ, പ്രകടനങ്ങൾ തുടങ്ങിയവ പാടില്ല. നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള 48 മണിക്കൂർ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും കർശന പരിശോധന തുടരും. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കുഴഞ്ഞുവീണു. NDA സ്ഥാനാർത്ഥി രാജശ്രീ പാട്ടീലിനു വേണ്ടി പ്രചാരണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം കുഴഞ്ഞുവീണത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വിഭാഗം നയിക്കുന്ന ശിവസേന അംഗമാണ് രാജശ്രീ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന എല്ലാ വോട്ടുകളും VVPAT സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമത്തിന് ഒട്ടും തന്നെ സാധ്യതയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കി. പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകുന്നതിനോട് വിയോജിച്ച സുപ്രീംകോടതി നിലവിലെ സംവിധാനം ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് അറിയിച്ചു. VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണിത്തിട്ടപ്പെടുത്തുക പ്രായോഗികമായി അസാധ്യമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. രാമകൃഷ്ണ മഠത്തിന്റെയും രാമകൃഷ്ണ മിഷന്റെയും അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വാമി ഗൌതമാനന്ദജി മഹാരാജിന് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുമെന്ന വിശ്വാസമുള്ളതായി പ്രധാനമന്ത്രി പറഞ്ഞു. കൊട്ടക് മഹീന്ദ്ര ബാങ്കിനോട് പുതിയ ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ RBI നിർദ്ദേശം. ഓൺലൈൻ മൊബൈൽ ബാങ്കിംഗ് ചാനലുകളിലൂടെ പുതിയ ഉപഭോക്താക്കളെ സ്വീകരിക്കരുതെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. 77ാമത് ക്യാൻ ചലച്ചിത്രമേളയിലേക്ക് ഇന്ത്യൻ സിനിമയും. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായ ചിദാനന്ദ് നായിക്കിന്റെ സൺഫ്ലവേഴ്സ് വേർ ഫസ്റ്റ് വാണ്ട് ടു നോ എന്ന ചിത്രമാണ് മേളയിലെ ലാ സിനഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ഫിലിം സ്കൂളുകളിൽ നിന്നുള്ള സിനിമകളെ അംഗീകരിക്കുകയും ചെയ്യുന്നതിനാണ് ഈ മത്സര വിഭാഗം. ആഗോളതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 18 ചിത്രങ്ങളിലെ ഏക ഇന്ത്യൻ പ്രതിനിധിയാണ് ഈ ചിത്രം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജമ്മു ഡിവിഷനിലെ ഉഷ്ണമേഖലകളിൽ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. മെയ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാകും വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുകയെന്ന് ജമ്മു സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് ഇത് ബാധകമാണ്. നാളെ ലോക മലേറിയ ദിനം. മലേറിയ അഥവാ മലമ്പനി എത്രയും വേഗം കണ്ടെത്തി ചികിത്സ തേടേണ്ടതാണെന്നും ഇതിന് കൃത്യമായ ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.